അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവാദങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാകും. അവർക്കെപ്പോഴും വിവാദമാണ് വേണ്ടത്. അതിനവർ അതിയായി ആഗ്രഹിക്കുകയും അത് ലഭിക്കാതെ വരുമ്പോൾ വിവാദത്തിന് യാതൊരു സ്കോപ്പുമില്ലാത്ത പ്രസ്താവനകളെ പോലും വിവാദത്തിലേക്ക് എത്തിക്കാനുള്ള അതിവിദഗ്ധമായ ചില വൈദഗ്ധ്യം അവർക്കുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ ഈ അടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും 20 മിനിറ്റോളം ചർച്ച നടത്തി ഇവിടെയുള്ള സമൂഹം അനുഭവിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് തടയപ്പെടുന്ന അവരുടെ പൗരാവകാശങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദമായി സംസാരിക്കുകയും അദ്ദേഹത്തിന് അത് റിട്ടേണായി സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനെ സംബന്ധിച്ച് ഇവിടെ വിവാദങ്ങൾ ചിലരിങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഉസ്താദ് അവർകൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഒരു എക്സ്റ്റേണൽ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലെ ചില പരാമർശങ്ങളാണ് ഇത്തരക്കാരുടെ ചർച്ചകൾക്ക് കാരണമായിട്ടുള്ളത്. വാസ്തവത്തിൽ ഇവിടെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകളുടെ അറിവില്ലായ്മയാണ്. മാധ്യമ സാക്ഷരതയുണ്ട്, അതുപോലെ വിവിധങ്ങളായ സാക്ഷരതകളുണ്ട്. ഓരോ സമയത്തും ഉപയോഗിക്കേണ്ട പദപ്രയോഗങ്ങളുണ്ട്. ഓരോ സാഹചര്യത്തിലെയും പദപ്രയോഗങ്ങൾ മനസ്സിലാക്കേണ്ട രീതികളെക്കുറിച്ച് ഇവകളൊന്നും അറിഞ്ഞില്ല എങ്കിൽ അത്തരക്കാർ പൊതുസമൂഹത്തിൽ ഒരു വലിയ ശല്യമായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ ചുമരിൽ എഴുതി വെച്ച ഒരു വാചകം കാണുന്നു, ഇവിടെ തുപ്പുക. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ പദാനുപദം നോക്കി ഒരാൾ നന്നായി പെയിൻ്റടിച്ച് വൃത്തിയായി കിടക്കുന്ന ആ ചുമരിൽ തുപ്പിയാൽ അദ്ദേഹം ഒരു പൊതുശല്യമായി മാറും. അദ്ദേഹത്തെ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി കളയും. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിച്ച് ഒരു അതിഥി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറയും, എന്നാൽ ഞാൻ വരട്ടോ എന്ന് പറയും. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാകാറുണ്ട്. ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പോകട്ടെ എന്നാണ്. ആ വരാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ പോകുന്നു, പിന്നെ ഞാൻ വരാം എന്ന അർത്ഥമാണല്ലോ അതിനുള്ളത്. അവിടെ ആ സാഹചര്യത്തിനനുസരിച്ച് ആ വരാം എന്ന് പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ പൊതുസ്ഥാപനങ്ങളിലും മറ്റൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചില ബോർഡുകൾ കാണാം, പൊതു വസ്തുക്കൾ സ്വന്തം എന്ന് കരുതുക. ഈ പറഞ്ഞതിൻ്റെ പദാനുപദം നോക്കി അത് സ്വന്തമെന്ന് കരുതി സ്വന്തം വസ്തുക്കൾ സ്വന്തം പോക്കറ്റിലിടും പോലെ അത് പോക്കറ്റിലിടാൻ ഒരാൾ തുനിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഒരു പൊതുശല്യമായി മാറുകയാണ്. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. പൊതുവസ്തുക്കളെല്ലാം നമ്മുടേതെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഈ പൊതുവസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്, അതിനെ നശിപ്പിക്കരുത് എന്നാണ് അവിടെ അതിനെ അർത്ഥമാക്കേണ്ടത്. എന്നതുപോലെ ചില വാചകങ്ങളുടെ സാഹചര്യവും അതിൻ്റെ അവസരോചിതമായ അർത്ഥവും മനസ്സിലാക്കാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വാചകത്തെ ചിലർ വളച്ചൊടിക്കുകയാണ്. അത്തരക്കാരൊക്കെ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഭാഷാ പ്രയോഗങ്ങളും അതുപോലെ അത്യാവശ്യമായി ഒരു മനുഷ്യന് വേണ്ട സാക്ഷരതകളൊക്കെ നേടിയെടുക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ ഒരു എക്സ്റ്റേണൽ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാചകത്തിന് അർത്ഥം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും എവിടെയും ഇല്ല എന്നല്ലല്ലോ. കാരണം മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയാനും അവതരിപ്പിക്കുവാനും അതിന് പ്രശ്നം പരിഹാരം തേടിയൊക്കെയാണ് ഉസ്താദ് അവർകൾ ഡൽഹിയിലെത്തുന്നതും പ്രധാനമന്ത്രിയുമായി കാണുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും. അവിടെ എന്തൊക്കെയാണ് ഉസ്താദ് അവർകൾ ചർച്ച ചെയ്തത് എന്നത് ഉസ്താദ് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി അക്കമിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് ആ കാര്യങ്ങളൊക്കെ ഗൗരവതരമായി അവയുടെയൊക്കെ നടപടി ആവശ്യപ്പെടുകയും പരിഹാരം തേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ ധാരാളമുണ്ട്, അവകളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയാൻ തന്നെയാണ് ഉസ്താദ് അവർകൾ പ്രധാനമന്ത്രിയെ കണ്ടത്. എന്നാൽ പിന്നീട്
ഒരു എക്സ്റ്റേണൽ ചാനൽ ചോദിക്കുമ്പോൾ നടത്തിയ പരാമർശം, ആ പരാമർശത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യാനുസൃതമായി മനസ്സിലാക്കണം. കാരണം പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി പ്രധാനമന്ത്രിയെ കാണുകയും ആ കണ്ടതിനെ സംബന്ധിച്ച് പിന്നീട് ഒരു എക്സ്റ്റേണൽ ചാനൽ ചോദിക്കുമ്പോൾ അവിടെ നടത്തിയ പരാമർശം അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് സാമാന്യ മാധ്യമ സാക്ഷരത, ഭാഷാ പ്രാവീണ്യമൊക്കെ ഉള്ള ഏതൊരാൾക്കും ഒരു സാമൂഹികമായ ഒരു പ്രതിബദ്ധതയുണ്ടായാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു പ്രശ്നവുമില്ല എന്നല്ല. ആ സാഹചര്യം അങ്ങനെയാണ്. കാരണം പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രിയെ പോയി കണ്ടു സംസാരിച്ച് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് വിശ്വസിക്കാവുന്ന നല്ലൊരു ഭരണഘടനയുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് ആ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തി പരിഹാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരർത്ഥത്തിലും മുസ്ലിമീങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് കരുതേണ്ടതില്ല. നമുക്ക് വളരെ സുരക്ഷിതമായ ഒരു ഭരണഘടനയുണ്ട് എന്ന അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത്. അതിനെ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി ഒരു പ്രശ്നവും ഒരിടത്തും അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. വാസ്തവത്തിൽ ഇത്തരം സാമൂഹികമായ ഇടപെടലുകൾ നടത്തുകയും ഭാഷാപ്രയോഗങ്ങളുടെ സാങ്കത്യം മനസ്സിലാക്കുകയും സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ വിവിധങ്ങളായ ചർച്ചകളിൽ ഈ ഒരു കാര്യം പ്രത്യേകമായി ഊന്നി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത ചില ആളുകൾ, ചില ചാനലുകൾ, മീഡിയ ഒന്നിലെ അടുപ്പ് കൂട്ടുന്നവർ, അതുപോലെ ഈ മതയുക്തിവാദവുമായി വരുന്ന വഹാബികൾ, അതുപോലെ മതരാഷ്ട്രവുമായി വന്ന് കുടുങ്ങിപ്പോയിട്ടുള്ള മൗദൂദികൾ, അവരുടെ ആശയങ്ങൾ അതുപോലെ വിഴുങ്ങുന്ന ചില രാഷ്ട്രീയക്കാർ, അവരൊക്കെയാണ് ഈ പ്രസ്താവനകളിൽ പ്രശ്നമുള്ളതായി കണ്ട് പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അത്തരക്കാരൊക്കെ ഇത്തരം ചില സാക്ഷരതകൾ നേടുകയാണ് വേണ്ടത് എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.